അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ CRM എങ്ങനെ സെറ്റപ്പ് ചെയ്യാന്നുള്ളതാണ്. സോ നമ്മുടെ റാഫിൻ്റെ CRMൻ്റെ ഫയൽ നമ്മൾ ഷെയർ ചെയ്തത് നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ PC-ലേക്ക് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ആപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് നിൽക്കുന്ന ഫോൾഡറിലേക്ക് ലൊക്കേറ്റ് ചെയ്യുക. സോ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നമ്മുടെ CRMൻ്റെ കംപ്രസ്ഡ് ആയിട്ടുള്ള ഫയൽ കാണാം, അത് എക്സ്ട്രാക്ട് ചെയ്യുക. അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഫോൾഡർ കിട്ടും. സോ ഇനിയാണ് മെയിനായിട്ട് നമ്മൾ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യേണ്ടത്. നമ്മുടെ വാട്സപ്പ് വെബിൽ പോയിട്ട് എക്സ്റ്റൻഷൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, മാനേജ് എക്സ്റ്റൻഷനിൽ പോവുക. മാനേജ് എക്സ്റ്റൻഷനിൽ പോയി കഴിഞ്ഞാൽ ലോഡ് അൺപാക്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മുടെ CRM നമ്മളിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ഫോൾഡർ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ എക്സ്റ്റൻഷൻ അവിടെ കാണാം. എക്സ്റ്റൻഷൻ അവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം നമ്മുടെ എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുള്ള വെബ് ക്ലോസ് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ വാട്സപ്പിലേക്ക് തന്നെ പോവാം. വാട്സപ്പിലേക്ക് പോയി കഴിയുമ്പോൾ വാട്സപ്പ് ലോഡാവും. വാട്സപ്പ് ലോഡായി കഴിയുമ്പോൾ നിങ്ങളുടെ ചാറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ലോഡാവും. സോ അവിടെ ബൈ ലൈസൻസോ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള നോർമൽ വാട്സപ്പ് എത്തും വിത്ത് നമ്മുടെ CRMൻ്റെ. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്ന കീ കോപ്പി ചെയ്യുക. ഈ കോപ്പി ചെയ്യുന്ന കീ ആണ് നമ്മുടെ ലൈസൻസ് കീ. ലെഫ്റ്റ് ബോട്ടം സൈഡിൽ നിങ്ങൾക്കൊരു യൂസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർട്ട് യുവർ കീ എന്ന് പറഞ്ഞിട്ടുള്ളൊരിതുണ്ട്. അവിടെ നിങ്ങൾക്ക് തന്ന ലൈസൻസ് കീ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് ആക്ടിവേറ്റ് നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത സബ്സ്ക്രിപ്ഷൻ ടിൽ ഡേറ്റ് വരെയുള്ളത് ആക്ടിവേറ്റ് ആവും. ഇപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അൺലോക്ക്ഡ് ആണ്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ CRM കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം.